ഹലോ ഡിയേഴ്സ്, ഇന്ന് മാംഗ്ലൂരിലെ സെക്കൻഡ് ഡേ ആട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് കോളേജിലേക്ക് പോകാൻ. എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മൈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണല്ലേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്നും സെയിം ഇഡ്ഡലിയും പിന്നെ എന്തായിരുന്നു വേറെ എന്തോ ഒരു ഐറ്റം കൂടെ ആയിരുന്നു കേട്ടോ. ഇഡ്ഡലിയും ജ്യൂസും മാത്രമേ കഴിച്ചുള്ളൂ. അത് കഴിച്ചത് ആ വണ്ടിയിൽ വന്നിരുന്നിട്ടുണ്ട്. ഇനി ഇതേമായി 1 മണിക്കൂർ എടുക്കും കോളേജിലേക്ക് എത്താൻ. ഇഷ്ടപ്പെട്ട പോലെ സൈഡ് സീറ്റും പിന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളും ഇയർഫോണും ഇത് മാത്രം മതിയല്ലോ യാത്ര ചെയ്യാൻ. ആക്ച്വലി ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. പക്ഷേ റോഡിൻ്റെ പണി എടുക്കുന്നുണ്ട്, വേറെ റൂട്ട് വഴിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് 1 അവർ എടുക്കുന്നത്. ഇവിടുത്തെ റോഡൊന്നും റഷ് പിടിച്ചതൊന്നുമല്ല കേട്ടോ, സാവധാനം പോവാം. കാരണം സിറ്റിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന റൂട്ടായിരുന്നു. സോ നല്ലോണം ആസ്വദിച്ചു. കണ്ടില്ലേ, നല്ല ആ ഒരു പച്ചപ്പും പിന്നെ ഒരു മഞ്ഞും മൂടി കിടക്കുന്നതും എല്ലാം കൂടിയായിട്ട് നല്ലൊരു നൊസ്റ്റാൾജിയ. എനിക്ക് കോളേജിലെത്തിയ മുതൽ ഇത് തന്നെ, എന്ത് പറഞ്ഞാലും നൊസ്റ്റു അതേ ഉണ്ടായിരുന്നുള്ളൂ. കോളേജിലെത്തി എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഈ ചായയും ബിസ്ക്കറ്റും കൊണ്ടുവച്ചപ്പോൾ എനിക്ക് ഓം ശാന്തി ഫിലിമിലെ ആ ഒരു ബിസ്ക്കറ്റ് എടുക്കുന്ന നസ്രിയുടെ സീനൊക്കെ ഓർമ്മ വന്നത്. അങ്ങനെ ഒരു ബാച്ചിൻ്റെ വൈവൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പിന്നെയും അടുത്ത ഫ്ലോറിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാട്ടോ. ഈ കാണുന്ന ഷെൽഫില്ലേ, അത് ഞങ്ങൾ കൊടുത്തതാ കോളേജിന് വേണ്ടി. ഞങ്ങളുടെ സ്മരണയാണ് ഇതിൽ കിടക്കുന്നത്. എന്താ പറയുക, ഇവിടുത്തെ ചുമരും കാര്യങ്ങളും ഒക്കെ പണ്ടത്തെ പോലെ ഓരോ കോണും കാണുമ്പോൾ ഓരോരോ ഈ ഓഫീസിൻ്റെ മുമ്പിലൊക്കെ ഞങ്ങൾ എത്ര നിന്നിട്ടുണ്ടെന്നോ ഓരോരോ ആവശ്യത്തിന് വേണ്ടി. ഇതാ ഞാൻ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് കെമിസ്ട്രി ലാബിലേക്കാണ് പോകുന്നത്, കിണറിനെ കാണാൻ വേണ്ടി. ഇങ്ങനെ ഓരോ ഫ്ലോറും കയറി ഇറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ബി.ഫാം ജോയിൻ ചെയ്തുള്ള ഫസ്റ്റ് ഡേ. അന്നത്തെ ഡേ ഇവിടുത്തെ സാറ് ഞങ്ങളുടെ ഓരോ ഫ്ലോറിലേക്കും കൊണ്ടുപോയി. ഓരോ ഫ്ലോറിലും കൊണ്ടുപോയിട്ട് ഇതാണ് ഇന്നതാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പല ഗെയിംസും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓരോ കോണും ഞങ്ങളുടെ ഫസ്റ്റ് ഡേ തന്നെ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു കേട്ടോ. അതുപോലെ ഇങ്ങനെ നടക്കുമ്പോൾ ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നെങ്കിലോ, ഇങ്ങനെ ഒട്ടും വിചാരിച്ചതല്ലല്ലോ ഇവിടെ വരുന്നു. കെമിസ്ട്രി ലാബ് നോക്കിയപ്പോഴോ വന്ന കിരണനെ കാണാനില്ല കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ അമ്പലമൊക്കെ നോക്കിയിരുന്നു. പിന്നെ ക്യാമ്പസിൻ്റെ മനോഹാരിത പിന്നെയും ഞാൻ ക്യാപ്ചർ ചെയ്തു. ഒരു ഭംഗിയല്ലേ, ഇവിടുത്തെ ഭംഗി നഷ്ടപ്പെടരുതേ എന്നുള്ള പ്രാർത്ഥനയായിട്ടോ എനിക്കുള്ളൂ. കാരണം ഞങ്ങൾ പഠിക്കുമ്പോഴും ഇപ്പോഴായാലും ആ ഒരു ഇവർക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതന്നെ വലിയ കാര്യം. പിന്നെ ഇവിടെ ലിഫ്റ്റ് വന്നിട്ടോ. ഞങ്ങളൊന്നും പഠിക്കുമ്പോൾ ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ലിഫ്റ്റിൽ ഇനി അടുത്ത ഫ്ലോറിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഞാൻ അടുത്ത ഫ്ലോറിൽ വേഗം ചടേന്ന് പറഞ്ഞെത്തി. പിന്നെ എല്ലാവരെയും മീറ്റ് ചെയ്തു, സാറിനെ, ടീച്ചേഴ്സിനെ, ലാബ് അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന അക്കന്മാരെ, പിന്നെ അവിടെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്ന അക്കന്മാരെ, അങ്ങനെ എല്ലാവരെയും മീറ്റ് ചെയ്തു. വേഗം താഴോട്ട് പോയിട്ടോ. 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് താഴോട്ട് പോയി. കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഫിനിഷ് ചെയ്തു. പിന്നെയും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മേലത്തെ ടോപ്പ് ഫ്ലോറിലേക്ക് പിന്നെയും ലിഫ്റ്റ് കയറുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഫ്ലോർ ആകെ മാറിയിരിക്കുന്നട്ടോ. ടീച്ചേഴ്സിൻ്റെ ക്യാബിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റായി. പിന്നെ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന PG ബ്ലോക്കൊക്കെ ക്ലാസ്സസ് പിന്നെ പുതിയ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓഡിറ്റോറിയമൊക്കെ പഴയ പോലെ തന്നെ, വേറെ മാറ്റമൊന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ താഴെ പോയി. വൈകുന്നേരമായിട്ടോ. അങ്ങനെ ഞാൻ ബസ്സിലേക്ക് പോയി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ റൂമിലെത്തി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞതാണ് ഇപ്പം മാറ്റി പോകുന്നത്. പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കണമല്ലോ. അതിന് ഇന്നും അതുപോലെ തന്നെ ഒരു 8-8:30 ആയി കാണും. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. തന്നെ നോട്ടം ഇട്ട് വെച്ച കടയിലേക്ക് ഞാൻ കയറി. കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ് വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് വാങ്ങണം അങ്ങനെ ഇങ്ങനെയെന്ന്. അങ്ങനെ ഒടുവിൽ ഒന്നും വാങ്ങാതെ ഞാൻ തിരിച്ചിറങ്ങി. ഞാൻ പിന്നെ നേരെ ഇപ്പം ലക്ഷ്യം വയ്ക്കുന്നത് ഐഡിയൽ ഐസ്ക്രീം കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. രാത്രിത്തേക്ക് അത് മതിയെന്ന് കരുതി. അങ്ങനെ നേരെ നടന്നു. എല്ലാം ഷോപ്സൊക്കെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഹോപ്പ് വെച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാഡിലേക്കാണെന്ന് തോന്നുന്നു. ഐഡിയൽ ഐസ്ക്രീം ക്ലോസ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി എന്ത് കഴിക്കും എന്നുള്ളതിൽ ഇന്നലെ കഴിച്ച സെയിം ഫുഡ് മീൻസ് ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹോട്ടലിലെത്തി മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് വാങ്ങിക്കണം എന്നുള്ളത്.
പക്ഷെ എന്നെ കണ്ടപ്പോൾ തന്നെ അവർ ഡിസൈഡ് ചെയ്തു ഷവർമയല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു ഷവർമ റോള് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു സുസാൻ ഫ്രൈഡ് റൈസും കൂടെ കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എവിടെയാ എന്തൊക്കെയാന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഷിജിയേട്ടൻ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഹോട്ടലിലാണ്. അപ്പോൾ പോസ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് ഷിജിയേട്ടനെ കുറച്ച് നേരം വീഡിയോ കോൾ ചെയ്തു. ഫുഡ് വരുന്നവരെ ഷവർമ വന്നപ്പോൾ തന്നെ ഷിജിയേട്ടാ ഓക്കെ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഷവർമേൻ്റെ ഷവർമ ആസ്വദിച്ച് കഴിക്കാൻ പോവാം കേട്ടോ. ഞാൻ അങ്ങനെ ഷവർമ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറൊന്ന് ഫില്ലായിരുന്നു. ഫ്രൈഡ് റൈസ് എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയൊക്കെയോ കഴിച്ചു. കഴിക്കുന്നിടയിൽ കറണ്ടും പോയി, എന്നിട്ടും ഞാൻ നിർത്തിയില്ല. എന്നിട്ട് ഞാൻ എങ്ങനെയോ കഴിച്ചു, പറ്റുന്ന കഴിച്ചു. അങ്ങനെ കഴിച്ചിട്ട് ഞാൻ നേരെ പിന്നെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാനായിട്ട് ഷോപ്പ് ഇച്ചിരി ടെൻഷനുണ്ട്. ധൈര്യശാലിനെ പോലെ നടന്നാൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ ഈ ആൾക്കാരൊക്കെ ഇത്ര ഭയം പൂട്ടിയിട്ട് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വയറും നിറഞ്ഞിട്ട് നടക്കാനും പറ്റുന്നില്ല. ഇവിടുന്ന് ഹോട്ടലിൽ കാണാം, ആ ലൈറ്റ് കത്തുന്ന ആ ഹോട്ടല്. ഇവിടെ മാംഗ്ലൂർ വന്നത് എന്താ ഫുഡ് കഴിച്ച് നടക്കാനുള്ള ഇതാണെന്ന് തോന്നുന്നു. രാവിലെ ഫുഡ് നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ് ഭഗവാനെ. ഇത്രയും വയറും കൊണ്ടല്ലോ ഞാൻ പോയത്. നടക്കാൻ പറ്റുന്നില്ല. ഈ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും കാണുന്ന ആരെങ്കിലും ഞാനിത് ആരോടാ പെറുപിറിക്കും കൊണ്ട് പോകുന്നതെന്ന്. ഇനി പേടിക്കാനില്ല. ഹോട്ടലിൻ്റെ അടുത്തെത്തി. അതൊരു ബാങ്ക് ഉണ്ടായിരുന്നു, അതെ അവിടെ ശരിയില്ല. This bank. ICICI ബാങ്ക് ബാങ്കാണ്. അയ്യോ എത്താറായില്ലേ? എത്തിയിരിക്കുന്നു. ചളിയൊക്കെ ക്രോസ് ചെയ്ത് പോണം. ശ്രീനിവാസ് ആക്ച്വലി പഠിക്കുന്ന കാലത്തൊന്നും വിചാരിച്ചില്ല ഇവിടെ വരും. നല്ലൊരു യോഗം. അങ്ങോട്ട് എന്തോ പൂജ ഉണ്ടെന്നാ തോന്നുന്നത്. കുറേ വഴക്ക് കൊണ്ട് ഞാൻ റൂമിലെത്തി ഗൈസ്. ഡ്രസ്സ് നോക്കൂ, ചാച്ചുന്നു. ഗുഡ് നൈറ്റ്.